ഈ കഴിഞ്ഞ ദിവസം ഇറാഖിലായിരുന്നു മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ റിഫായി തങ്ങളടക്കമുള്ളതാകുന്ന സാദാത്യങ്ങളുടെ വലിയ പരമ്പരകൾ തന്നെ നീളുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുന്ന കണ്ണികളാണ് ഇവരൊക്കെ. ഇറാഖിലെ ബഗ്ദാദിലും നജഫിലും ബസ്രയിലും കൂഫയിലും എന്ന് വേണ്ട ഇറാഖിന്റെ ഓരോ സ്റ്റേറ്റുകൾ അന്തിവിശ്രമം ചെയ്തതാകുന്ന മഹാരഥന്മാരുടെ എണ്ണം എത്രയാണ്. മാഷാ അല്ലാഹ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സാദാ സീത വ്യക്തിയല്ല. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ فكنت شمسا وبادرا نورا التمعا أنت الأحق لتودع محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. വാപ്പയുടെ പരമ്പര മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമയുടെ പൊന്നുമോനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഉമ്മയുടെ പരമ്പര ചെന്ന് നിൽക്കുന്നതോ നബി തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. വാപ്പ വഴിയും ഉമ്മ വഴിയും റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളിലേക്ക് എത്തുന്ന നബി തങ്ങളുടെ പേരക്കുട്ടിയായി കടന്നു വന്നതായ വ്യക്തിയാണ് ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു അടുത്ത ദർജ ഉയർത്തുമാറാവട്ടെ. ഒക്കെ നിസാരക്കാരല്ല, സാദാത്യങ്ങളാണ്, നബിയുടെ പേരക്കുട്ടികളാണ്. വെറും ഒരു ഔലിയാക്കളായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. അവരൊക്കെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ പ്രസരണം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും പ്രമുഖരായി കടന്നു വന്നിട്ടുള്ളതെല്ലാം എല്ലാ ഔലിയാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങളാണ്. മനസ്സിലായിക്കോ നിങ്ങൾ. ഹളർമൗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാകുന്നവരെ യമൻ ദേശത്ത് നിന്ന് വന്നിട്ടുള്ളവർ അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഈമാൻ യമാനിയാണ്, ഹിക്മത്ത് യമാനിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നാണ് ഈമാൻ കണ്ടുപിടിക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിന്റെ ആദർശവും ഈമാനിന്റെ കാതലും യഖീനും നമ്മളിലേക്ക് എത്തിച്ചതാകുന്ന കർത്തോറ തങ്ങളുടെ സാദാത്യങ്ങളുടെ പരമ്പരയിൽപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സാദാത്യങ്ങൾ ഒരാളെയും നമ്മൾ വെറുക്കാനോ മാറ്റിവെക്കാനോ പാടില്ല. അവരൊക്കെ ആദരിക്കണം. ഒരു ചെറിയ അളവ് പോലും അവരോട് വെറുപ്പോ വിദ്വേഷമോ മാനസികമാകുന്ന ഒരു വ്രണമോ ഉണ്ടാകാൻ പാടില്ല. അവരോടും അവരുടെ തലമുറകളോടും ബഹുമാനം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ കഴിഞ്ഞ തലമുറ കണ്ട ഏറ്റവും വലിയ സൂഫി വ്യക്തിത്വമാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. നമുക്ക് അവര് പറയുന്നതാണ് ഏറ്റവും വലിയ ദീൻ. കാരണം അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ശർഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയ ഒരു വാക്യമാണ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദ്. ഇൽമു പഠിക്കേണ്ടത് ഉസ്താദുമാരുടെ വായികളിൽ നിന്നാണ്. ലാ മിൻ ബുതൂനിൽ കുതുബ്. കിതാബുകൾ എഴുതി വെച്ചത് അപ്പാടെ വാരി വഴിച്ച് വിലുങ്ങലല്ല. അതാണ് ഇവിടെ ബിദ്അത്തിന്റെ അഹ്ലുകാർക്ക് സംഭവിച്ചു പോയത്. അവർ ഖുർആനിനെ പരിഭാഷപ്പെടുത്തി. ആ ഖുർആൻ എങ്ങനെയാണ് വിശദീകരിച്ചത് മുഫസ്സിരീങ്ങൾ? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ടതാകുന്ന അയിമ്മത്തുകളും ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബത്തെ കിറാമും പിൽക്കാലത്ത് വന്നതാകുന്ന അയിമ്മത്തുകളും എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിനെ വിശദീകരിച്ചത്? അത് പഠിക്കാതെ ഖുർആനിനെ അക്യുറേറ്റ് പരിപൂർണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോ ബിദ്അത്തിന്റെ ആളുകളിൽ പെട്ടുപോയി, പിഴച്ചുപോയി. അവർക്ക് സംഭവിച്ചു പോയതാണ്. പല പുസ്തകങ്ങളും മലയാള പുസ്തകങ്ങൾ വായിച്ചിട്ട് ദീൻ പഠിക്കാൻ ശ്രമിച്ചു. ഉസ്താദുമാരിൽ നിന്ന് കിതാബ് നേരെ ചൊവ്വെ ഓതി പഠിച്ചില്ല എന്നർത്ഥം. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദ്. ഇൽമു പഠിക്കേണ്ടത് ഉസ്താദുമാരിൽ നിന്നാണ്. അവര് പറഞ്ഞു തരുന്നത് മോനെ ഇതാണ് അർത്ഥം, ഇതാണ് ഇവിടെ അർത്ഥം വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ കൃത്യമായ അർത്ഥം അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം.
ലാ മിൻ ബുത്തൂനിൽ കുതുബ്, കിതാബുകൾ എഴുതി വെച്ചിരിക്കുന്ന അപ്പാടെ വാരി വലിച്ച് വിഴുങ്ങലല്ല എന്നർത്ഥം. മഹത്തുക്കളാകുന്ന ഇമാമിങ്ങൾ പറയുന്നത്, അയിമ്മത്തുകൾ പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലുത്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പറയാറുണ്ട്, സയ്യിദന്മാരുടേതാകുന്ന നടന്നുപോയതാകുന്ന വഴികളുടേതാകുന്ന മണൽത്തരികൾ, ആ മണൽത്തരികൾക്ക് പോലുമുള്ള മഹത്വം ഈ പാവപ്പെട്ടതാകുന്ന ബാപ്പു മുസ്ലിയാർക്കില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഇടയ്ക്കിടെ അനുസ്മരിക്കുമായിരുന്നു. എത്രയോ വലിയ സൂഫി വര്യനാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു എടുത്തതാകുന്ന ദർജ ഉയർത്തുമാറാവട്ടെ. എത്ര ഔലിയാക്കൾ ഒരുമിച്ചിരുന്നാലും, ലോകത്ത് ഏതെല്ലാം മഹത്തുക്കൾ, ഉമറാക്കൾ, ഏതെല്ലാം ബിസിനസ്സുകാർ ഒരുമിച്ചിരുന്നാലും, ലോകത്ത് എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും ഒരുമിച്ചിരുന്നുകൊണ്ട് ഇബാദത്തെടുത്താലും, മഹത്തുക്കളാകുന്ന അംബിയ മുർസലീങ്ങളുടെ പരമ്പരയിൽ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ വന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സാദാത്യങ്ങളുടേതാകുന്ന ഒരു മഹത്വം, അവരുടെ ഒരു രക്തത്തുള്ളികളാകുന്ന ഒരു അംശം ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയണം നമ്മൾ. അതുകൊണ്ട് അവരെ നമ്മൾ ആദരവോടുകൂടി കാണണം. അവരുടെ കൈക്ക് നമ്മൾ പിടിക്കും, അത് നമ്മൾ ചുംബിക്കും, അത് നമ്മുടെ ആദരവാണ്, ബഹുമാനമാണ്. പിന്നെ ഖബറിങ്കലുള്ള സുജൂദ് അത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതം പരിശുദ്ധ അഹ്ലുസുന്നയുടേതാകുന്ന ആദർശം തന്നെയാണ്. നമ്മൾ പണ്ടേ പറയലുള്ളതാണ്. ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറയുന്നവരോട് അത് ഉണ്ട് എന്നും, ഖബർ സിയാറത്ത് ഉണ്ട് എന്നും, അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മസാറുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അടക്കം കൃത്യമായി സിയാറത്ത് ചെയ്യാമെന്നും, സ്ത്രീകൾ വരുമ്പോൾ കൃത്യമായി മറപാലിച്ച് അവർ പരിപൂർണമായി ഔറത്തുകൾ മറച്ച് യഥാവിധി ശ്രദ്ധ തിരുത്തിക്കൊണ്ട് വരണമെന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ആ ഖബറിങ്കൽ വന്നുകൊണ്ട് സിയാറത്തിനോടൊപ്പം സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് അഹ്ലുസുന്ന. നമ്മൾ ഇഫറാത്തും പാടില്ല, തഫ്രീത്തും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന. എന്താണ് ഇഫറാത്ത്, എന്താണ് തഫ്രീത്ത്? ഓവറാക്കണ്ടെന്നർത്ഥം. 80 വേണ്ട, 110 വേണ്ട. അയാൾ സുന്നിയാണ്, 110 സുന്നിയാന്ന് പറയും. അങ്ങനത്തെ സുന്നി നമുക്ക് ആവശ്യമില്ല. ഖബറിനെ കടന്നിട്ട് ഭയങ്കര മെഴുകുക, തലകെട്ടി ചുറ്റി മറിയുക, ആ സുന്നി സമസ്യം ഉണ്ടോ? ഇല്ല. ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാക്കണം. ഖബർ ചുംബിക്കൽ അനുവദനീയം, ചുംബിക്കൽ അനുവദനീയം. എന്നാൽ തന്നെ വളരെ ശ്രദ്ധിക്കണം, ആ ചുംബനം മറ്റുള്ളവർ കാണുമ്പോ അത് സുജൂദായി തോന്നുമെങ്കിൽ അത് ഒഴിവാക്കൽ അഭികാമ്യം. ഉദാഹരണം, ഞാനിവിടെ ഖബറുണ്ട്, ആ ഖബർ വന്ന് ഞാൻ ചുംബിക്കാൻ, അത് അനുവദനീയമായ കാര്യമാണ്. ഏറ്റവും സാലിഹ്യങ്ങളാകുന്ന മഹത്തുക്കളുടേതാകുന്ന ഖബർ ചുംബിക്കാൻ. ഈ ചുംബിക്കുമ്പോൾ എന്റെ പിറകിൽ നിൽക്കുന്ന ഒരാൾ തോന്നുകയാണ്, ആ മുസ്ലിയാര് സുജൂദ് ചെയ്തു കേട്ടോ എന്ന് തോന്നക്ക വിധത്തിലാണ് അയാൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമെന്നുണ്ടെങ്കിൽ തൽക്കാലം അത് ഒഴിവാക്കലാണ് നല്ലത്. അങ്ങനെ പറഞ്ഞ മഹാന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ സുജൂദ് പാടില്ല എന്നർത്ഥം. ഈ ചുംബിക്കുന്ന സമയത്ത് ചുണ്ടുകൊണ്ട് തന്നെ ആവണം. എന്താകാൻ പാടില്ല? നെറ്റിവെക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പാടില്ല. അവർ ഇന്ന മക്കാമിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അജ്മീർ പോകുമ്പോ അവിടെ ഇങ്ങനെ ചെയ്യിക്കലുണ്ടല്ലോ, അത് തെറ്റാണ്. അവിടെ ആരെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല. നമ്മളതിന് നിൽക്കരുത്. സുജൂദ് പാടില്ല, സുജൂദ് പാടില്ല. എന്ത് പറ്റും? സിയാറത്ത് പറ്റും. ഇത് പണ്ട് കാലം മുതലേ അഹ്ലുസുന്നയുടെ ആദർശമാണ്. അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്, എന്നും അത് പറയും. ചില വിദ്യാർത്ഥികൾ പറയും, ഞങ്ങള് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ കുറച്ചു പേർക്ക് പോകുന്നത്. നിങ്ങൾ എന്ത് പറയാൻ തുടങ്ങി? നിങ്ങൾ എന്നാ വന്നത് ഈ കേരളത്തിലേക്ക്? അഹ്ലുസുന്നയുടെ പാരമ്പര്യം ഞാൻ പറഞ്ഞില്ല, അംബിയാ മുർസലീങ്ങൾ മുതൽ ഇവിടെ ഉണ്ട്. ആ പാരമ്പര്യം നിങ്ങൾ ഈ ദുനിയാവിലേക്ക് വന്നത് എന്നാണ് പ്രസവിച്ചിട്ടത്? നിങ്ങൾ അന്ന് പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നത്. ഒരു വട്ടം പറയുന്നതല്ല ഇന്ന് പറയുന്നത്. ഓരോ ദിവസം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് സിയാറത്ത് തീരെ പാടില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഇന്ന് പറ്റുമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ആദ്യം നിങ്ങൾക്കിടയിൽ ഒരു തീർപ്പുണ്ടാക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ. ബിദ്അത്ത് തന്നെ 10 ഗ്രൂപ്പാണ്. അത് തന്നെ പല ആശയക്കാരാണ്, പല വിഭാഗക്കാരായി മാറിയിട്ട് ഒരാൾ പറയുന്നത് ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയും കടിയും പിടിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാതെ മുസ്ലിമീങ്ങൾക്കിടയിൽ രമ്യത ഉണ്ടാക്കാൻ പരിശ്രമിക്കും. യഥാർത്ഥ ആശയത്തിന്മേൽ അടിയുറച്ചു നിൽക്കും. ഇഫ്രാത്തും വേണ്ട, തഫ്രീത്തും വേണ്ട. സിയാറത്തില്ല എന്ന് പറയണ്ട. നബി തങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹാ. ഹദീസാണ്. നിങ്ങൾക്കൊരു കാലഘട്ടത്തിൽ സിയാറത്ത് ഞാൻ നിരോധിച്ചിരുന്നു. നിങ്ങളോട് ഇപ്പോഴിതാ പറയുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യണേ. ഫസൂറുഹാ, സിയാറത്ത് ചെയ്യണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഫഇന്നഹാ തുസഹിദു ദുനിയ വതുദക്കിറുൽ ആഖിറ. ഹദീസാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള പരിത്യാഗമുണ്ടാകും, ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കലാകും അതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിനോടുള്ള പരിത്യാഗം. ഖബർ കാണുമ്പോ അല്ലാഹു മരിക്കുമല്ലോ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമല്ലോ,
ഞാൻ എത്ര സമ്പത്തുണ്ടാക്കിയാലും അതൊക്കെ ഈ ദുനിയാവിൽ ബാക്കിയാക്കിയിട്ട് വെറും കൈയോടെ കഫംപുടയിലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ, ഈ മണ്ണിലേക്ക് എന്നെ കൊണ്ടുപോയി വെക്കുമല്ലോ എന്ന ചിന്ത നിന്റെ ദുനിയാവിനോടുള്ള പരിത്യാഗത്തിന് കാരണമായി തീരും. പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ അത് ഹേതുവാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമല്ല, എല്ലാ വർഷത്തിലും ഉഹദിലെ ശുഹദാക്കളെ പോയി സിയാറത്ത് ചെയ്തിരുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വീട്ടിൽ ഊഴം വരുന്നതാകുന്ന ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുല്ലമാ, എല്ലാ പ്രാവശ്യവും എല്ലാ രാത്രിയിലും എനിക്ക് ഊഴം വരുന്നതാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ പരിസരത്തുള്ള ബഖീഉൽ ഖുർഖദിലേക്ക്, ജന്നത്തുൽ ബഖീലേക്ക് പോയാണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, അവിടെ അടങ്ങിയിരിക്കുന്ന വിശ്വാസിനികൾക്ക് റസൂലുള്ളാഹി സലാം പറയുകയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞാൻ നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എനിക്ക് ഊഴമുള്ളതാകുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴും പ്രവാചകർ രാത്രിയിൽ പോയി സിയാറത്ത് ചെയ്യാറുള്ള സ്ഥലമാണ് പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീ. അസ്സലാമു അലൈക്കും യാ അഹ്ലദ് ദിയാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയുകയാണ്. നബി തങ്ങൾ പോയി കൊണ്ട് സലാം പറയുകയാണ്. നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാം, എപ്പോഴും എന്റെ അടുക്കൽ എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഊഴത്തിൽ വരുമ്പോ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്നത്തെ ഖബർ ഷരീഫ് ഉള്ളത്, അവിടുത്തെ ഹുജറത്ത് ഷരീഫ് അതാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. സിയാറത്ത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. ആ പവിത്രമാക്കപ്പെട്ട വീടിന്റെ അകത്തളത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകും. തൊട്ടടുത്തുള്ളതാകുന്ന ബഖീഉൽ ഖുർഖദിലേക്ക്, ജന്നത്തുൽ ബഖീൽ പോയിക്കൊണ്ട് സലാം പറയും, ദുആ ചെയ്യും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതിനെ എതിർക്കുന്ന ആളുകൾ, ഖബർ സിയാറത്തില്ല എന്ന് പറയുന്ന മഹാന്മാർ, ഖബറൊന്നും കെട്ടിപ്പൊക്കിയിട്ട് എവിടെയും ഇല്ല എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ ലോകം സഞ്ചരിക്കണം, പൊട്ടക്കിണറ്റിലെ തവളയാകരുത്. മുമ്പുള്ളതാകുന്ന സൗദിയിലുള്ളതാകുന്ന മുഴുവൻ മക്കാമുകളും അടിച്ച് തച്ച് തകർത്ത് വിദേഹത്തിന്റെ ഭരണം വന്നപ്പോൾ അതെല്ലാം ഇല്ലാതാക്കി ഇന്നുള്ളതാകുന്ന മണൽത്തരികൾ മുഴുവൻ കാണിച്ചിട്ട് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരെ, നിങ്ങൾ ലോകം ഒന്ന് സഞ്ചരിക്കാൻ എത്രയോ മക്കാമുകൾ കാണാൻ സാധിക്കും. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഇറാഖിൽ പോയി മഹാനാകുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതാകുന്ന സ്വഹാബത്തെ കിറാം, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ അവരൊക്കെ സിയാറത്ത് ചെയ്തു. സ്വഹാബത്തെ കിറാമാണ്, എത്രയോ വലിയ മഖാമാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മഖാമിന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു 2 വരിത കവിത ഞാൻ ചൊല്ലിക്കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പാടി. ആ പദ്യം കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, വീഡിയോ ഉൾപ്പെടെ. പ്രിയപ്പെട്ട അഡ്മിൻ സുഹൃത്തുക്കൾ, ആ 2 വരി ഇങ്ങനെയാണ്: ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم دائما أبدا خير الخلق كلهم. ഇറാഖിലെ ബസ്രയിലെ പ്രസിദ്ധമായ മക്കാമാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മക്കാം. വലിയ മക്കാമാണ്, വലിയൊരു പള്ളിയുടെ അകത്തളത്തിലാണ്. അതിന്റെ പരിസരത്ത് തന്നെയാണ് ഉഖബത്ത് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിശ്രമം ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സഹായി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ,
അവരെയും അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. അവരുടെ ഖാദിമ കൂടി അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. ഉഖബത്ത് ബിൻ ഉസ്വാൻ റളിയല്ലാഹുവിന്റെ ഒരു ഖാദിം. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നിട്ട് ഞാനിങ്ങനെ ബൈത്ത് പാടിയിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് സഈദിൻ സുബൈറിൻ, മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ബദറിൽ പങ്കെടുത്ത വ്യക്തി, പിന്നീട് ജമൽ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് വഫാത്തായ വ്യക്തി. ബസറിൽ വെച്ചാണ് വഫാത്തായത്. അദ്ദേഹത്തിന്റെ ഖബർ ഷരീഫാണിത്. ഇറാഖിലാണ് ഞാനുള്ളത്. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ഇവിടെ എത്തി സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അല്ലാഹ്, അപ്പൊ കുറച്ച് വിദേഹത്തുകാർ അതെടുത്തിട്ട് പറഞ്ഞു, ഇത് പുള്ളി വീട്ടിലിരുന്നിട്ട് എഐയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആധുനിക സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് ഉണ്ടാക്കിയ മക്ബറയാണ് യഥാർത്ഥ മക്ബറയല്ല. ആലോചിച്ചോ, കഴിഞ്ഞ ഒരാഴ്ച ഞാനും 49ഓളം ആളുകൾ ഞങ്ങൾ ഇറാഖിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് വന്നതിന് ശേഷമുള്ളതാണ് ഈ പറയുന്നത്. ഞങ്ങളെല്ലാവരും പോയി സിയാറത്ത്, ഞാൻ അതിന് 9 വർഷവും പോയിരുന്നു സിയാറത്തിൽ. പക്ഷെ അന്ന് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് അത് വീഡിയോ എടുത്തത്. കാരണം നാട്ടുകാർ അറിയണ്ടേ, നമ്മുടെ ഈ സമുദായം അറിയണ്ടേ. സ്വഹാബികളുടെ ഖബർ മനോഹരമായി കെട്ടിപ്പൊക്കി നല്ല ആദരസൂചകമായി കൊണ്ടു നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ സമുദായം അറിയുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ബിദ്അത്തിന്റെ ആളുകൾക്ക് വലിയ പ്രയാസം, വലിയ വിഷമം. കാരണം അവര് മക്കത്തും മദീനത്തും കാണുന്നില്ല, അവിടെ ഇല്ലെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന 300 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ മക്കാമുകളും മുഴുവനും തരിപ്പണമാക്കിയിട്ട് എല്ലാം തകർത്തെറിഞ്ഞ് എല്ലാ നന്മകളെയും മുഴുവനും ഇല്ലാതാക്കിയിട്ട് ഇപ്പോഴുള്ള മണൽത്തരികൾ മുഴുവൻ കാണിച്ചിട്ട് വല്ല ഉണ്ടോ, പച്ചക്കുബ്ബയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, ഇന്നും അവിടെ പച്ചക്കുബ്ബയായിട്ട് നിലകൊള്ളുന്നില്ലേ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ? അത് തകർക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇതും മനോഹരമാകുന്ന മക്ബറയല്ലേത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ കടന്നു വന്ന് സിയാറത്തിയല്ലേ? ആരൊക്കെ ഭരിച്ചാലും ആരൊക്കെ ഭരണം നടത്തിയാലും ആ പച്ചക്കുബയും അതിന്റെ താഴികക്കുടങ്ങളും ഇന്ന് മനോഹരമായി നിലകൊള്ളുകയല്ലേ? ഏറ്റവും വലിയ അടയാളയല്ലേ? മഹാന്മാരുടെ സാദാത്യങ്ങളുടെ മക്ബറകൾക്ക് മേൽ മനോഹരമായ കുബ്ബ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ബിദ്അത്തുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ നിങ്ങൾക്കത് കാണുന്നില്ലേ? പരിശുദ്ധമായ മദീന ശരീഫിൽ കാണുന്നില്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചു നോക്കി. തുർക്കിയിൽ പോയപ്പോ മഹാനാകുന്ന മഹാത്തുക്കളാകുന്ന സ്വഹാബത്തെ കിറാമിന്റെ മക്ബറകളും അവിടെയും നിങ്ങൾക്ക് കാണാം. എത്രയോ സ്വഹാബത്തിന്റെ എത്രയോ അഇമ്മത്തുകളുടെ ഖബർസ്ഥാനം കാണാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു നോക്ക്. ജോർദാനിലും ഇസ്രായേലും ഫലസ്തീനിലും എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു നോക്കി. ഈജിപ്തിലേക്ക് പോയി നോക്ക്. എത്രയോ മക്കാമുകൾ കാണാൻ സാധിക്കും. ഞാനത് പറഞ്ഞു, നമ്മൾ സഞ്ചരിക്കണം, നമ്മൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴേ മക്കാമുകളെ പരിപാലിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നതാകുന്ന ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ട്. നന്മകളെ നമ്മൾ സംശീകരിക്കണം, തിന്മകളെ ഒഴിവാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഖബറിങ്ങിലുള്ള സുജൂദ് പാടില്ല. ചുംബനം കൊടുക്കുന്നത് ചുണ്ടുകൊണ്ടാവണം, നെറ്റി കൊണ്ടല്ല എന്നർത്ഥം. പല ആളുകളും വിവരദോഷികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നെറ്റി വെച്ചിട്ട് അമർത്തുന്നുണ്ടെങ്കിൽ, സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയണം. അതിന് മടിക്കേണ്ടതില്ല. അത് അവിടെ വെച്ചുകൊണ്ട് തന്നെ അവരെ വ്യക്തമായി തിരുത്തണം. അങ്ങനെ തിരുത്തും, അങ്ങനെ തിരുത്തിയിട്ടുണ്ട്, തിരുത്തുക തന്നെ ചെയ്യും. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അത് അന്നും ഇന്നും ഒരേ ആദർശത്തിൽ തന്നെയാണ്. അത് നിങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല, അന്നും ഇന്നും ഞങ്ങളത് പറയലുണ്ട്. ഇഫ്റാത്തിന്റെ തൗഫീഖും വേണ്ട, 80 വേണ്ട, 110 വേണ്ട, 100-ൽ തന്നെ നിലകൊള്ളണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ആദർശത്തിൽ യാതൊരു വ്യതിയാനയില്ല. അതങ്ങനെ തന്നെ സിയാറത്ത് വളരെ റാഹത്തായി ചെയ്യാം. എന്താ ഈ സിയാറത്ത്? ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഈ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മളിവിടെ ആവശ്യമില്ലാത്തൊരു കോലാഹലങ്ങളില്ല. ഇവിടെ ഒരു സിനിമാ പാട്ടോ ഗാനമേളയോ ഇല്ല. ബിദ്അത്തിന്റെ അഹ്ലുകാർ ഉറൂസുകളെ എതിർക്കുന്നതാകുന്ന ആളുകൾ, നിങ്ങൾ എത്ര സിനിമാ പാട്ടും ഗാനമേളകൾ നടത്തുന്നുണ്ട്, നിങ്ങളുടെ ഫെസ്റ്റുകൾ നടത്തുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനെതിരെ കൂടി സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് കൂടി സമുദായത്തോന്ന് കേൾപ്പിക്കണം. ഞങ്ങളുടേതാകുന്ന ഇന്ന പ്രസ്ഥാനത്തിൻ്റെതാകുന്ന ആളുകൾ നടത്തിയ ഇന്ന ഫെസ്റ്റ് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് നിങ്ങൾ പറയുന്ന ഒരു 10 മിനിറ്റിന്റെ ക്ലിപ്പാണ് നിങ്ങളിൽ നിന്ന് അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നടത്തിയിട്ടുള്ളതാകുന്ന അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടട്ടെ. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ആദർശം പറയുന്നത് വൈത്തിപ്പഴപ്പനാണോ അതല്ല എന്തെങ്കിലും ദീനിന് ഉപോത്ബലകമായിട്ടാണോ എന്ന് ഈ സമുദായം മനസ്സിലാക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കിക്കോ. നല്ലതുപോലെ ദീൻ നല്ലതുപോലെ തിരിച്ചറിഞ്ഞോ. ഉലമാക്കളെയും സാദാത്യങ്ങളെയും ആദരിച്ചോ. യഥാർത്ഥമാകുന്ന ദീനെതിരെ പരിപൂർണമായ നിലയിൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ദീനിന്റെ ആദർശങ്ങളെ നിങ്ങൾ മോശമാക്കാൻ പാടില്ല. നിങ്ങൾ സംസാരിക്കേണ്ടതും നമ്മൾ സംസാരിക്കുന്നതുമൊക്കെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിന്റെ വൈരികൾക്കെതിരെയാണ്. ഞങ്ങളെല്ലാം പറയും പരിശുദ്ധമായ ദീനിൽപ്പെട്ടതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ആവശ്യം പറയും. അല്ലാത്തത് ഇന്നത് ചൂണ്ടിക്കാണിക്കും. അല്ലാത്തത് പറയുന്നതിന് മറ്റൊന്ന് പറഞ്ഞുതരാം.
ഈ അടുത്ത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ, പ്രവാസിയായ ഒരു സഹോദരൻ 2023 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയുണ്ടായി, മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെതാകുന്ന മരണവാർത്ത അറിഞ്ഞിട്ട് കുടുംബക്കാരൊന്നും വീട്ടിലില്ല. പിന്നീട് ആ വിഷയം കേസായി. കഴിഞ്ഞ ദിവസം അതിന്റെ കേസ് വിചാരണ വന്നു. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ജിന്നുമ്മയാണ് അതിന്റെ പ്രതി, ആണോ അല്ലേ? ഒരു പ്രതിയായിട്ട് വന്നത് ഒരു ജിന്നുമ്മയാണ്. നമ്മൾ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടല്ലോ. അഹ്ലുസുന്നയുടെ പ്രവർത്തകരോട് അതിശക്തിയുക്തം അന്നും ഇന്നും എന്റെ പ്രഭാഷണങ്ങൾ, പഴയകാല പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്ക്. എല്ലാ പ്രഭാഷണങ്ങളിലും ഊന്നി പറയുന്ന ഒരേ ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ളതാകുന്ന ജിന്നുമ്മമാരുടെയും ജിന്നുപ്പമാരുടെയും അടുക്കലേക്ക് മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങൾ ചെല്ലരുത് എന്നുള്ളത്. ഷമീന എന്ന പേരുള്ളതാകുന്ന ഒരു സഹോദരിയാണ് ജിന്നുമ്മയായിട്ട് വന്നത്. അവരുടെ പേരെന്തിനാ പറഞ്ഞത്? പരസ്യമായിട്ട് പത്രത്തിലും മീഡിയയിലും പറഞ്ഞല്ലേ, പിന്നെ പറയുന്നതിന് എന്താ തെറ്റ്? എല്ലായിടത്തും ചർച്ചയാണല്ലോ. അവരുടെ ഭർത്താവ് ഉവൈസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സോഷ്യൽ മീഡിയ ആകുന്ന മീഡിയയിൽ മുഴുവനും വന്നു. തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടു. അവരെ വിചാരണയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക. എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിപൂർണ സംരക്ഷണം നൽകുമാറാവട്ടെ. മനുഷ്യൻ ഇതിന്റെയൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നറിയണം. നമ്മൾ സാലിഹീങ്ങളാവണമെങ്കിൽ ദുന്യാവിനോടുള്ള ഒരു പരിത്യാഗം നമ്മുടെ ഹൃദയത്തിൽ വരണം. സമ്പത്തിനോട് അമിതമാകുന്ന ആസക്തി ഉണ്ടാവാൻ പാടില്ല. സാലിഹാവുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട്. എല്ലാ അമ്പിയാക്കളും സാലിഹീങ്ങളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. എല്ലാ അമ്പിയാക്കളും സാലിഹീങ്ങളായിരുന്നു എന്നുള്ളതിനെ ആയത്തുകൾ കൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തി. സാലിഹാകണമെങ്കിൽ നമ്മൾ സാലിഹായി തീരാൻ വേണ്ടി ദുആ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും വേണമെന്ന് പറഞ്ഞു. ആദർശത്തിൽ യാതൊരുവിധ വ്യതിയാനവും പാടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളെ മാറ്റി നിർത്തണം. അവർ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നവരാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ് ولكن يقبض العلم بقبض العلماء. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് അവസാന കാലഘട്ടം കടന്നു വരുമോ ഇൽമിനെ ഉയർത്തുമത്രേ. അല്ലാഹു ലോകത്ത് നിന്ന് ഇൽമിനെ ഉയർത്തുമത്രേ. യുർഫഉൽ ഇൽമു വയൽഹറുൽ ജഹ്ലു. വിവരം ഉയർത്തപ്പെടും, വിവരക്കേട് ജനങ്ങളിൽ ഉണ്ടാവുമേ. നബിയുനാ റസൂലുള്ളാഹി എങ്ങനെയാണ് ഈ ഇൽമിനെ ഉയർത്തുക എന്നുള്ളത് ഹദീസിലൂടെ തന്നെ നബി തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയിട്ടുള്ള അറിവുകളെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഊരിയെടുക്കുകയല്ല, വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തപ്പെടുന്നത് ആലിമീങ്ങളെ മരിപ്പിക്കലിലൂടെയാണ്, അവരെ ഇല്ലാതാക്കലിലൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹത്താ ഇത്തഖദന്നാസു റൂസഹും ജുഹാലാ. ജനങ്ങൾ വലിയ വിവരമുള്ളവരായി ജനങ്ങൾ കാണുന്നത് വിവരദോഷികളെയാണ്, വിവരദോഷികളെയാ. വലിയ അപ്പോസ്തലന്മാരായി ദീനിന്റെ ആളുകളായി ചില ആളുകളെ കണക്കാക്കുന്നത് ഇത്തരക്കാരാകുന്ന ബിദ്അത്തിന്റെ വലാലത്തിന്റെ ആളുകളെയാണ്. ഫസുഇലൂ, അവരോട് ജനങ്ങൾ മസ്അലകൾ ചോദിക്കുകയാണ്. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരക്കേട് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അവർ ജനങ്ങൾക്ക് ഫത്വ നൽകുമ്പോ ഫളല്ലൂ വഅളല്ലൂ, അവർ പിഴയ്ക്കുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആലിമീങ്ങൾ ലോകത്ത് നിന്ന് മരിക്കും. പയ്യക്ക് ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ മരിച്ചു. വലിയ വലിയ സാദാത്യങ്ങൾ മരണപ്പെട്ടു. വലിയ വലിയ ആലിമീങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. വലിയ വലിയ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ
പുത്തനാശയക്കാരാകുന്ന ആളുകളുടെയൊക്കെ ചില വാക്കുകളും വീഡിയോകളും ഒരു വീട് വെക്കാനുള്ള സാഹചര്യമില്ല. ഗൾഫിലേക്ക് പോയിട്ടുള്ള ഭർത്താവിന് വിസയൊന്ന് ഹൈറായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, ഇഖാമ അടിച്ച് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറയുന്ന പെങ്ങളെ, ഹൈറായ ജോലി വേണോ, ഹൈറായ നിലക്കുള്ള സാമ്പത്തികം വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയുംദിദുകും ബിഅവാൽ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയാൽ സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കമേ. തീർന്നില്ല. വബനീൻ, സന്താനങ്ങൾ അല്ലാഹു നൽകുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് മനോഹരമായ സ്വർഗീയ ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലിയാൽ പാപം പൊറുപ്പിക്കൽ മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നിങ്ങൾക്ക് അധികരിപ്പിക്കുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണോ? അല്ലാഹു സന്താനങ്ങളെ നൽകുന്നതാണ്. ഈ ദുന്യാവ് മാത്രമല്ല, നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ നൽകുന്നതാ. സ്വർഗീയമാകുന്ന അരുവികളും അല്ലാഹു സമ്മാനിക്കുന്നതത്രേ. വയജഅൽ ലക്കും അൻഹാറാ വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയ ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അല്ലാഹു സമ്മാനിക്കും. കണ്ടോ, ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മക്കളെ അല്ലാഹു നൽകും. അല്ലാഹു നൽകുന്ന മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് കിട്ടുന്ന മക്കൾ എന്തായാലും പോക്കിരികളാവൂല, തെമ്മാടികളാവൂല, ഉറപ്പല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് വാങ്ങാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിക്കുക. അപ്പൊ മക്കളില്ലാത്ത ആളുകൾ ശരിക്ക് കരഞ്ഞിട്ട് ശരിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക. ദ്വാരക്കുമ്പോൾ ദ്വായിൽ ഉൾപ്പെടുത്തണം എന്ത്? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആ ആണ്. ആ ദുആ നമ്മൾ ദുആ ചെയ്താൽ ഉറപ്പായിട്ട് ഫിറ്റ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൊടുത്ത മക്കളൊക്കെ സാലിഹീങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനല്ലേ സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം? ഇബ്രാഹിമിന്റെ മറ്റൊരു മകനല്ലേ സയ്യിദുനാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം? ആ പരമ്പരയിലൂടെയല്ലേ പിൽക്കാലത്ത് വന്നിട്ടുള്ള സർവ്വ അംബിയാ മുർസലീങ്ങൾ. മാഷാ അല്ലാഹ്. ഇസ്ഹാഖ് നബിയുടെ മകനല്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാം? യാക്കൂബ് നബിയുടെ മകനല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സാദാ സീത പ്രവാചകനല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ യൂസുഫ് നബിയുടെ പേരിൽ നൽകിയത്രേ. ഒരു സാദാ സീത പ്രവാചകനല്ല. അൽ കരീം ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം യൂസുഫ് ബിനു യാക്കൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ, ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽ കരീം ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം. വല്യപ്പ ദുആയിരുന്നത് അല്ലാഹു ഒരു സാലിഹായ ഒരു മകനെ താന്ന്. ഒരു മകനല്ല കൊടുത്തത്, കൊടുത്ത മക്കളെ മുഴുവൻ എന്താ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന അംബിയാ മുർസലീങ്ങൾ കൊടുത്തു. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ സാലിഹാവാൻ വേണ്ടി ദ്വാരക്കുക, മക്കള് സാലിഹായി തീരാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഇത് നേരത്തെ ചെയ്യേണ്ട പണിയാ. അല്ലാതെ മക്കള് 10ാം ക്ലാസ്സിലാവുമ്പോ കഞ്ചാവായിട്ട് നടക്കാണ്, MDM തലയ്ക്ക് പിടിച്ച് കുതിക്കും, മുട്ട വെച്ച് കൊടുക്കാണ്. ഈ മുട്ട അടിച്ച് ഓംപ്ലേറ്റ് ആക്കി ഇവന് കൊടുത്ത ശരീരം നന്നാവും. അല്ലാഹു സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇവനെ ആദ്യം പോലെ നന്നാക്കാൻ പരിശ്രമിക്കണമായിരുന്നു. ഇത് മുമ്പ് ദുആയിലൊന്നുമില്ല, റാഹത്തായിട്ട് കുട്ടിയെല്ലാം കഴിഞ്ഞ് കഞ്ചാവടി തുടങ്ങിയപ്പോഴാണ് വാപ്പാക്ക് തോന്നിയത് ഇവനെ നന്നാക്കണമെന്ന്. ഇതാണ് ഇപ്പൊ നമുക്ക് സംഭവിച്ച പ്രശ്നം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നേരത്തെ തുടങ്ങണം.
നമ്മൾ അതിനുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് മുമ്പേ ദുആ വേണം. അല്ലാഹു സാലിഹായ കുഞ്ഞിനെത്താ അല്ലാ, എനിക്കൊരു പിൻഗാമിയെ തരുന്നത് സാലിഹാവണം. നാളെ നീ മരിച്ചിട്ട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഖബറടക്കുമ്പോ ഖബറിന്റെ സാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ചാരത്ത് വന്നുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ ഒരു മകനെ നമുക്ക് കിട്ടുമോ? ഇനി ഒരു തലമുറക്കുണ്ടാകുമോ? ചിന്തിക്ക്. ഓരോ പള്ളിയുടെയും പരിസരങ്ങൾ ജുമുഅ പള്ളികൾ ജുമുഅ നമസ്കരിക്കാൻ പോകുന്ന വിശ്വാസികളോട് സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ, ജുമുഅ നമസ്കാരാനന്തരം വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കൾ എത്ര പേരുണ്ട്? ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് പോകുന്ന എത്ര സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ കുതിബ ലഹു ബർറാ. ആരെങ്കിലും വെള്ളിയാഴ്ചയുടെ ദിവസം അതിന്റെ രാവിൽ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ തീർച്ചയായും അവന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹുവിനെ രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധം മാതാപിതാക്കളോടുള്ള കടമ. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ മാഷാ അല്ലാഹ്, പറ്റാത്തവർ സാധിക്കാത്തവർ വെള്ളിയാഴ്ച ദിവസം മറക്കരുത്. എന്ത് ജോലിത്തിരക്കുള്ളവനാണെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ സമീപത്തെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതണം. അതൊക്കെ അഹ്ലുസ് സുന്നയുടെ പ്രവർത്തകരൊക്കെ ഉള്ളൂ. മറ്റുള്ളവർ ഇതൊന്നും ഉണ്ടാവില്ല. വാപ്പ മരിച്ചാൽ കൊണ്ടുപോയി ഖബറിലേക്ക് വലിച്ചെറിഞ്ഞ്. അവർക്ക് കോവിഡ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒരേപോലെയാണ്. പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുപോയി ഇടുന്നു. കോവിഡ് വന്നപ്പോ മറ്റേത് തുണിക്കകത്ത് ചുറ്റി കൊണ്ടുപോയി ഇടുന്നു. പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. തൽക്കീനില്ല, മറ്റുള്ളതാകുന്ന ദിക്റില്ല, ഔറാദില്ല, ദുആയില്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ സാധാരണ പോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് മയ്യത്തും ഏത് ജനാസയും. മരിച്ചാൽ പിന്നെ അവിടെ ഖുർആൻ ഓതലില്ല, ദിക്റില്ല, സലാത്തില്ല. മരിക്കുന്നു മുമ്പും ഒരു ദിക്റില്ല, ശേഷം ജനാസ കൊണ്ടുപോകുമ്പോഴും ഒരു ദിക്റില്ല. നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഒരു ദിക്റില്ല, ഖുർആൻ ഓതലില്ല, സലാത്തിന് മജ്‌ലിസില്ല. എല്ലാത്തിനും എതിര്. ഏത് നന്മയുണ്ട് ആ നന്മകൾക്ക് മുഴുവനും എതിര്. തൊപ്പിയിടുന്നതാകുന്ന ഒരു വിലായത്തിന്റെ അഹ്ലുകാരെ, തൊപ്പിയിടാത്തതാകുന്ന ഒരു വിലായത്തിന്റെ അഹ്ലുകാരെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? തൊപ്പിയിടാത്ത ഒരു വലിയനെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമുക്ക് പരിചയമുണ്ടോ? എന്നാൽ തൊപ്പി ധരിക്കുക പോലുമില്ലാത്ത, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ വ്യതിയാനമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പുത്തനാശയക്കാരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നീ എന്തിനു പിൻപറ്റണം? അഹ്ലുസ് സുന്നയുടേതാകുന്ന ആദർശങ്ങളിൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം നമ്മൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കേരളത്തിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ സാദാത്യങ്ങളും ഔലിയാക്കളും മഹത്തുക്കളും മഹാരഥന്മാരും അവരൊക്കെ സൂഫി ജീവിതം നയിച്ചവരാണ്. എന്താണ് സൂഫിസം? എന്താണ് ജീവിതം? അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കർവകാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്ത് റബ്ബ് വിരോധിച്ചിട്ടുള്ളതാകുന്ന പരിപൂർണമായ കാര്യങ്ങളെ ഒഴിവാക്കി മാന്യമായ ജീവിതം നയിച്ചു. അതാണ് ശരീഅത്ത്. ആ ശരീഅത്തിൽ സൂക്ഷ്മത കൂടിയപ്പോൾ അത് തരീഖത്തായി മാറി. ആ തരീഖത്തിൽ തന്നെ സൂക്ഷ്മാലുക്കളായി അങ്ങേയറ്റം നിലകൊണ്ടു. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിലേക്ക് മുറിഞ്ഞ ഇബാദത്തെടുത്തതായ ആളുകളായി മാറിയപ്പോ ഹഖീഖത്ത് എന്ന പദവിയിലേക്ക് അവർ ഉയർന്നു. അള്ളാഹു നമ്മൾ അവിടേക്ക് എത്തിക്കുമാറാവട്ടെ. മഹാന്മാരാകുന്ന മഹത്തുക്കളെ പോലെ, വിലായത്തിന്റെ അഹ്ലുകാരെ പോലെ നമുക്കും എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എത്തിച്ചേരാൻ പറ്റും. ഇറാഖിൽ ഞാൻ യാത്ര നടത്തിയപ്പോൾ അവിടെ ഒരു മഹാനെ കണ്ടു. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. മുതല്ലിമീങ്ങൾക്ക് അവരുടെ ചരിത്രം ഒരുപക്ഷെ ഓർമ്മ വരും. കുളിക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് കയറുമ്പോൾ അതിശക്തമാകുന്ന തണുപ്പുള്ളതാകുന്ന കാലയളവിൽ ബഗ്ദാദിന്റെ തെരുവീതിയിൽ കുളിമുറിക്കുള്ളിലേക്ക് കയറിയപ്പോ കുളിമുറിയിൽ അടുപ്പ് കത്തിക്കും. കാരണം ചൂടുവെള്ളത്തിന് വേണ്ടി. നല്ല തണുപ്പാണ്. അതിശക്തമാകുന്ന തണുപ്പുള്ള സമയത്ത് അടുപ്പ് കത്തിക്കുന്നതിന്റെ ചാരത്തൊരു ചെറിയ കഷ്ണം ചെറുതായിട്ട് ചെളി പുരണ്ട് കിടക്കുന്നു. പെട്ടെന്ന് എടുത്തു നോക്കിയപ്പോ അർ റഹ്മാൻ എന്ന പദമാണ് അതിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനി അർ റഹീം. ബിസ്മിയുടേതാകുന്ന ഒരു ഭാഗം അദ്ദേഹം വേഗം അതെടുത്തു. ബഹുമാനാദരവുകൾ കൊണ്ട് കുളിമുറിയിൽ ഇറങ്ങി അത് കൊണ്ടുപോയി വളരെ ഭവ്യതയോടുകൂടി അതിൽ അഴുക്കുകൾ മാറ്റി സൂക്ഷിച്ചു വെച്ചു. പിൽക്കാലത്ത് അയിമ്മത്തുകളെ രേഖപ്പെടുത്തിയ ഒരൊറ്റ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിലായത്തിന്റെ സമുന്നതമായ പദം തീർത്തു. ഇന്നും വലിയ മഖാമ കാണാം നിങ്ങൾക്ക്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെരുപ്പ് ധരിക്കാതെ നടന്ന വ്യക്തിയാണ്. ചെരുപ്പ് ധരിച്ചിരുന്നില്ല. ചോദിച്ചു അദ്ദേഹത്തോട്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വലിയ സൂഫിസം? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നപ്പോ ഞാൻ ചെരുപ്പില്ലാത്തവനായിട്ടാണ് വന്നത്. ഈ ലോകത്ത് നിന്ന് എന്നെ ഇനി നാളെ ജനാസയിലേക്ക് ഏറ്റുമ്പോഴും കഫം പൊഴിയുമ്പോഴും ചെരുപ്പില്ലാതെയാണ് കഫം പൊതിയുക.
ഇതിനിടയിൽ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ദുനിയാവിൽ വസിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇത്രയേറെ മഹത്തുക്കൾ ജീവിച്ചതാകുന്ന ഈ ബഗ്ദാദിന്റെ മണ്ണിൽ എനിക്കൊരു ചെരുപ്പ് എന്ന് പറഞ്ഞ് പുണ്യമാക്കപ്പെട്ടതാകുന്ന മഹത്തുക്കളുടെ മഹാന്മാരുടെ സവിധം കൊണ്ട് അനുഗ്രഹീതമായ ബഗ്ദാദിന്റെ മണ്ണിൽ ചെരുപ്പില്ലാതെ നടന്ന് സംശുദ്ധമായ ജീവിതം നയിച്ച് സൂഫി വരിയാണത്. ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്റെ ഒരു മാനസികമായ അവസ്ഥ അതാണ്. ഞാൻ അത്രയേറെ ആദരവും ബഹുമാനം വെക്കുന്നു ഈ നാടിനോട്, ഈ മണ്ണിനോടെന്ന് പറഞ്ഞ് ആദരവും ബഹുമാനം വെച്ചുകൊണ്ട് നടന്നു ബഹുമാനപ്പെട്ടതാകുന്ന ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഉന്നതമായ തലത്തിലേക്ക്, വിലായത്തിന്റെ വലിയ മർത്തബയിലേക്ക് എത്തി. നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ വിലായത്തിന്റെ അഹ്ലുകാരെയൊക്കെ കപടതയുടെ വക്താക്കളായിട്ട് ബിദ്അത്തിന്റെ അഹ്ലുകാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഈ സൂഫി സൽസരണിയിൽ ഒന്ന് സഞ്ചരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ചുള്ള യാത്രകളൊന്ന് ചെയ്തു നോക്കണം. ഇറാഖിൽ പോയപ്പോഴും അവിടെ നമുക്ക് പോകുന്ന അനുഭൂതികളും മറ്റു മക്കാമുകളിലേക്ക് പോകുന്ന അനുഭൂതികളും ഒക്കെ ചെറുതല്ല. ഈ സിയാറത്തൊക്കെ നമുക്ക് കിട്ടുന്നതും ആത്മീയമായ ഊർജമാണ്. എല്ലാ പൈശാചികമാകുന്ന ഉപദ്രവങ്ങളും നമുക്കൊഴിയും. അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ പൊരുത്തം നമുക്ക് ലഭിക്കും. അവരിലൂടെ ശുപാർശ നമുക്ക് ആഖിറത്തിലുണ്ടാകും. അവരെ പരിചയപ്പെടാൻ നമ്മൾ കാരണമാണ്. ചെന്ന് സലാം പറയുന്നു. അവരൊക്കെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണല്ലോ. പോയി സലാം പറയുന്നു, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു. നമ്മളിവിടെ നടത്തുന്നതാകുന്ന സംഭവങ്ങളും ഒക്കെ അതല്ലേ. മൗലിദ് ഓതുന്നു, റാത്തീബ് ഓതുന്നു, നല്ല നല്ല മജ്ലിസ് നടത്തുന്നു, മജ്ലിസിനൂറുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്. ഇതല്ലാത്ത ഒരശ്ലീലതയും മറ്റൊന്നും കടത്തിക്കൂട്ടുന്നില്ല. ഗാനമേളകളോ മറ്റൊരു സംവിധാനങ്ങളോ ഒന്നുമില്ല. വാദ്യമേളങ്ങൾ ഉപയോഗിച്ചിട്ട് പാട്ടും കൂത്തുമല്ല നടത്തുന്നത്. അവരെ അനുസ്മരിക്കലും അതിന് ഉപോത്ബലകമായി ജനങ്ങൾക്ക് ആത്മീയ ഉപദേശം കൊടുത്ത് ഐക്യത്തിന്റെ സ്വരം തീർക്കാണ്. ഇപ്പോഴും ഞാൻ ഈ സദസ്സിൽ ഒരിക്കലും ഭിന്നിപ്പിന്റെ സ്വരം പറഞ്ഞിട്ടില്ല. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണമെന്നുള്ള മാത്രമുള്ള ആശയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ദീർഘമായ പരമ്പരയിൽപ്പെട്ട എല്ലാ സൂഫികളും ഇറാഖിലാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു, മഹാനായ സരിയു സഖതി റളിയല്ലാഹു അൻഹു, മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു, മൂസൽ കാളിം റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് മൂസൽ കാളിം റളിയല്ലാഹു അൻഹു. സൂഫി സൽസരണിയുടെ സർവ്വ വഴികളും എത്തിച്ചേരുന്നത് അവരിലൂടെയാണ്. അത് നേരെ ചെന്ന് നിൽക്കുന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. അവർ അന്ത്യവിശ്രമം ചെയ്യുന്ന നാടും പവിത്രമാക്കപ്പെട്ടതാകുന്ന ഇറാഖിലെ മണ്ണാണ് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയണം. അലി റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ അന്ത്യവിശ്രമം ചെയ്യുന്നതും പവിത്രമായ ഇറാഖിലെ മണ്ണാണ്, നജഫിലാണ്. അല്ലാഹുരക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കത്തിൽ സൂഫി സൽസരണിയിലുള്ള സർവ്വ വഴികളും എത്തിച്ചേരുന്നത് ഇറാഖിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാരഥന്മാരുടെ മഹത്തുക്കളുടേതാകുന്ന വഴികളിലൂടെയാണ്. അവരുടെ മഖാമുകൾ പോയി കാണുന്നവർക്കറിയാം അവരെങ്ങനെയാണ് സൂഫി ലോകത്തിലേക്ക് എത്തിയത്. എല്ലാ കറാഹത്തുകളും ഒഴിവാക്കി, എല്ലാ ഹറാമുകളും പാടെ ഒഴിവാക്കി, ഹലാലുകളിൽ നിന്ന് ആവശ്യമുള്ളതാകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു. എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളും പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ചു. അള്ളാഹു അവരെയൊക്കെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തി.